എല്ലാവർക്കും ചെമ്പനീർപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങളിലോട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നീലിമ സുധിയുടെ കയ്യിൽ നിന്ന് സുധിയുടെ അച്ഛൻ്റെ റിട്ടയർമെൻറ്റിൻ്റെ ക്യാഷൊക്കെ അടിച്ചു മാറ്റി മലേഷ്യയിൽ പോയ കഥകളൊക്കെ, മലേഷ്യയല്ല കാനഡയിലോട്ട് പോയ കഥകളൊക്കെ. അത് കഴിഞ്ഞൊരു സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷനായിട്ട് സംബന്ധിച്ച് നീലിമ ഈ അടുത്ത് നാട്ടിൽ വന്നപ്പോഴേക്കും സുധി നീലിമയെ പിടിക്കുകയും സുധിയും ശ്രുതിയും ചേർന്ന് പിടിച്ചിട്ട് അന്ന് അടിച്ചെടുത്ത ആ പൈസയുടെ പലിശ അടക്കം ചേർത്ത് 50 ലക്ഷം രൂപ തിരിച്ചു മേടിച്ചായിരുന്നു. ആ പൈസ തിരിച്ച് അച്ഛനെ ഏൽപ്പിക്കാതെ ശ്രുതിയുടെ അച്ഛൻ തന്ന പൈസയാന്ന് പറഞ്ഞിട്ടാണ് സുധി ഇപ്പോൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നീലിമക്ക് അതിൻ്റെ ദേഷ്യം സുധിയോട് ഭയങ്കരമായിട്ടുണ്ട്. നീലിമ അപ്പോൾ ഇപ്പോൾ രണ്ടാമത് വന്നിരിക്കുകയാണ് ആ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ കാര്യമായിട്ട്. കാരണം അന്ന് ഈ കേസിൻ്റെയും കാര്യത്തിൻ്റെയും ഇടയിൽ നടന്നിട്ട് ക്യാഷ് എല്ലാം ചിലവാകുകയും ചെയ്തു. രജിസ്ട്രേഷൻ്റെ സമയത്ത് കൊടുക്കാൻ ഉള്ള പൈസയായിരുന്നു അതന്ന് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ രജിസ്ട്രേഷൻ അന്ന് വന്നപ്പോൾ നടന്നായിരുന്നില്ല. അപ്പോൾ നീലിമ വീണ്ടും ഇപ്പോൾ നാട്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ സുധീനോടുള്ള ദേഷ്യം തീരുന്നില്ല നീലിമയ്ക്ക്. കാരണം സുധി തൻ്റെ കയ്യിൽ നിന്ന് പലിശ അടക്കം 50 ലക്ഷം രൂപയാണല്ലോ മേടിച്ചുകൊണ്ടും പോയത്. നീലിമയുടെ കാര്യങ്ങളൊന്നും നടക്കുകയും ചെയ്തില്ല. ഈ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോഴും രജിസ്ട്രേഷന് വേണ്ടി നീലിമ പോയപ്പോൾ അവർ നീലിമയെ നിരാശയാക്കി വിടുകയാണ് ഉണ്ടായത്. കാരണം ഡേറ്റ് ഒക്കെ കഴിഞ്ഞു, ഇനി രജിസ്ട്രേഷനൊന്നും നടക്കില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നീലിമയ്ക്ക് വീണ്ടും ദേഷ്യം ഇങ്ങനെ കൂടിക്കൂടി വരുവാണ് സുധിയോട് പക വീട്ടാനുള്ള ആ ഒരു ഇത് നീലിമയുടെ മനസ്സിലിങ്ങനെ കൂടിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും സുധിക്ക് ഇതിനൊരു തിരിച്ചടി കൊടുത്തേ പറ്റുള്ളൂ എന്നുള്ള ഇതിലാണ് നീലിമ. അപ്പോൾ നീലിമ സച്ചിയായിട്ട് ഇപ്പോൾ കാറിലിങ്ങനെ കറങ്ങുന്നതിൻ്റെ സമയത്ത് നീലിമയ്ക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ സച്ചി എന്ത് പറഞ്ഞാലും, അതായത് നല്ലതിന് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിയും കൂടെ നിൽക്കുമെന്നും എന്തെങ്കിലും സ്ത്രീകൾക്ക് നേരെ എന്തെങ്കിലും തെറ്റ് കണ്ട അവർക്കൊക്കെ ഒരു ശിക്ഷ സച്ചി നൽകുമെന്നൊക്കെ നീലിമയ്ക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അന്ന് സച്ചി നീലിമയോട് ഒരുപാട് പ്രാവശ്യം ചോദിച്ചെങ്കിലും, അന്ന് വന്നിട്ട് എന്താ സ്ഥലമിടപാട് നടക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് സച്ചി ചോദിച്ചെങ്കിലും നീലിമ പിന്നീട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നീലിമ ഈ സച്ചിയെ കൊണ്ട്, സച്ചി സുധിയുടെ അനിയനാണെന്നുള്ള കാര്യമൊന്നും നീലിമക്കറിയില്ല. പക്ഷേ ഈ സുധിക്കെതിരെ കൊട്ടേഷനൊന്നും ഏൽപ്പിക്കാൻ നീലിമയ്ക്ക് അത്ര ധൈര്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ തിരിച്ച് കാനഡയിലോട്ട് പോകാനുള്ള ആ പരിപാടികളൊക്കെ മുടക്കം വരുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ സച്ചി ആവുമ്പോൾ അത്ര കുഴപ്പമൊന്നുമില്ലാത്ത ഒരാളാണ്, തൻ്റെ കൂടെ നിൽക്കുമെന്നുള്ളൊരു വിശ്വാസത്തിൽ നീലിമ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കഥകളൊക്കെ സച്ചിയോട് പറയുവാണ്. അതായത് മുഴുവനായിട്ടല്ല, താൻ പ്രണയിച്ച ഒരാൾ തന്നെ ചതിക്കുകയും തനിക്ക് അന്ന് തന്ന കാശിൻ്റെ എല്ലാം തിരിച്ച് പലിശ അടക്കം 50 ലക്ഷം രൂപ മേടിക്കുകയും ചെയ്തു എന്നൊക്കെയാണ് നീലിമ സച്ചിയോട് പറയുന്നത്. ആളുടെ പേരൊന്നും പറയാതെയാണ് ഈ കഥ പറയുന്നത്. അതുകൊണ്ട് തന്നെ സച്ചിക്ക് കാര്യം മനസ്സിലായില്ല, ആളാരാണെന്നൊന്നും അറിയില്ല. അപ്പോൾ നീലിമ സച്ചിയോട് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റാമോ? എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് ആ പൈസ തിരിച്ചു മേടിക്കണം, എനിക്ക് എൻ്റെ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ നടത്തണം, എനിക്കത് പറ്റുമോ, അതെൻ്റെ സ്വപ്നമാണെന്നൊക്കെ പറഞ്ഞ് സച്ചിയുടെ മുമ്പിൽ കരയുവാണ്. അപ്പോൾ നീലിമയുടെ സങ്കടം കാണുമ്പോഴേക്കും സച്ചി മനസ്സിൽ വിചാരിക്കും, ഇവളെ പറ്റിച്ചത് ആരായാലും ശരി, അവൻ്റെ കാര്യത്തിൽ ഇന്ന് ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് സച്ചി നീലിമയ്ക്ക് ഒരു വാഗ്ദാനം കൊടുക്കുകയാണ്. അപ്പോൾ ആളാരാണെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട് നീലിമയോട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ആളെ ഞാൻ കാണിച്ചു തരാം, അവനിപ്പോൾ എൻ്റെ ക്യാഷും കൊണ്ട് സിറ്റിയിലൊരു വലിയ ബിസിനസ്സൊക്കെ തുടങ്ങിയിരിക്കുക, ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സച്ചിയും നീലിമയും കൂടി നേരെ സുധിയുടെ ഷോപ്പിലോട്ട് പോവാണ്. ഷോപ്പിൻ്റെ മുമ്പിൽ എത്തുമ്പോഴേക്കും സച്ചിക്ക് ഇങ്ങനെ സംശയം കൂടിക്കൂടി വരുവേ, ഇവളെന്താ സുധിയുടെ ഷോപ്പിൻ്റെ മുമ്പിലോട്ട് കാർ ഓടിച്ചുകൊണ്ട് പോകുന്നതെന്നുള്ളൊരു സംശയമാണ്. അപ്പോഴേക്കും സച്ചി ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഈ ഷോപ്പിൻ്റെ മുമ്പിൽ നിർത്താൻ പറഞ്ഞത്? അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഇതാണ് അവൻ്റെ കട, എൻ്റെ കാശും കൊണ്ട് അവന് ബിസിനസ് തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് അവൻ തുടങ്ങിയിരിക്കുന്ന ഷോറൂം എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചിക്ക് കാണിക്കുവാണ്. അപ്പോഴാണ് സച്ചി അവിടെ നിന്ന് ആ സത്യം മനസ്സിലാക്കുന്നത്. ഇതായിരുന്നു അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കാശ് അടിച്ചുകൊണ്ടും പോയ സുധിയുടെ കാമുകി എന്നുള്ള സത്യം മനസ്സിലാക്കി. പക്ഷേ സച്ചി അത് പുറത്ത് ഭാവിക്കുന്നില്ലേ, സച്ചിക്ക് മനസ്സിലായി കാര്യം എന്താണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ സുധി ആ പൈസയൊക്കെ നീലിമയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ചിട്ട് അത് ശ്രുതിയുടെ അച്ഛൻ തന്ന കാശാണെന്ന് പറഞ്ഞിട്ടാണ് ബിസിനസ് തുടങ്ങിയിരിക്കുന്നതെന്നുള്ള സത്യമൊക്കെ സച്ചി തിരിച്ചറിയുവാണ്. അപ്പോൾ നീലിമയ്ക്ക് ഒരു മറുപടി സച്ചി കൊടുക്കുന്നില്ല. നീലിമയ്ക്ക് ഒരു വാക്ക് കൊടുത്തല്ലോ, ശ്രുതിക്കിട്ട് എന്തായാലും ഒരു പണി കൊടുക്കുമെന്ന്. അപ്പോൾ സച്ചി ഒന്നും അറിയാത്ത പോലെ ആ കടയുടെ ഉള്ളിലോട്ട് നീലിമയും കൂട്ടി പോകുവാണ്. അപ്പോൾ സച്ചിയെ ആദ്യം നീലിമ പുറകെല്ലാം നിൽക്കുന്നത്, നീലിമയെ ശ്രുതി ശ്രദ്ധിക്കുന്നില്ല, സച്ചിയാണേ കാണുന്നത്. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ സച്ചി ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇങ്ങനെ കലിപ്പിച്ച് നോക്കുവാണേ. സച്ചി നീലിമയോട് പറഞ്ഞിട്ടുണ്ട്, ശ്രുതിയുടെ ഫ്രണ്ടിലൊന്നും വരാൻ നിൽക്കരുത്, ഈ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയുവാണേ. ശ്രുതി ഇങ്ങനെ കലിപ്പിച്ച് നോക്കിയിട്ട് ശ്രുതിക്കിട്ട് കുറേ ഇടി കൊടുക്കുവാണേ. ശ്രുതിക്ക് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. ഇവനെന്തിനാ എന്നെ തല്ലി ചതക്കുന്നേ? പറയും, എടാ നീ വീണ്ടും ഞങ്ങളെ ചതിച്ചല്ലേടാ, നീ ഞങ്ങളുടെ അച്ഛനെ വീണ്ടും ചതിച്ചല്ലേടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തല്ലുന്നുണ്ട്. ശ്രുതി പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല, അത്രയ്ക്ക് ഇടിക്കുവാണ്. നീലിമ പുറത്തുനിന്ന്
നിന്ന് ഇതൊക്കെ കണ്ട് രസിക്കുവാണ്. കാരണം താൻ ഏർപ്പാട് ചെയ്ത സച്ചി സുധിക്കിട്ട് നല്ലോണം കൊടുക്കുന്നുണ്ട്. സച്ചി സുധിയുടെ അനിയനാണെന്ന് നീലിമ അറിഞ്ഞിട്ടില്ലേ? സച്ചിക്കാണെങ്കിൽ എല്ലാ ദേഷ്യവും കൂടി അങ്ങോട്ട്. കാരണം സുധി വീണ്ടും പറ്റിക്കാണല്ലോ. അച്ഛൻ്റെ കാശ് തിരിച്ചു കൊടുക്കാതെ ആ കാശിന് അവർ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. അതും ശ്രുതിയുടെ അച്ഛൻ അയച്ചു കൊടുത്ത കാശാണെന്ന് പറഞ്ഞിട്ട്. ആ ദേഷ്യം തീരുന്നത് വരെ സച്ചി ശ്രുതിയെ ഇട്ടിടിക്കുകയാണ്. കാര്യം എന്തെന്നറിയാതെ ശ്രുതി ഭയങ്കരമായിട്ട് വിഷമിക്കുകയാണ്. അപ്പോൾ ശ്രുതി ഇടയിൽ ഇടപെട്ടിട്ട് പറയും, സച്ചി ഇങ്ങനെ തല്ലി ചതക്കാൻ മാത്രം എന്ത് തെറ്റാ ശ്രുതി ചെയ്തതെന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ശ്രുതി നിന്റെ മലേഷ്യക്കാരൻ അച്ഛനാണോ ഈ കാശ് അയച്ചു തന്നിട്ടാണോ നീ ഈ ബിസിനസ് തുടങ്ങിയത്? സച്ചി മുഖത്തടിച്ച് ചോദിക്കുവാണ്. ശ്രുതിയും അത് കേൾക്കുമ്പോഴേക്കൊന്ന് ഷോക്കാവുകയാണേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നീ എന്താ ഇപ്പം അങ്ങനെ ചോദിക്കാൻ വേണ്ടി? ഇത് ശ്രുതിയുടെ അമ്മായച്ഛൻ തന്ന കാശും കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന് പറയുമ്പോഴേക്കും സച്ചി വീണ്ടും കുറേ ഇടിക്കുവാണേ. കാരണം വന്നിട്ട് സത്യം പറയുന്നില്ലല്ലോ ശ്രുതി. അപ്പോഴേക്കും ശ്രുതി ചോദിക്കുന്നുണ്ട്, സച്ചി എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാൻ കാരണമെന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞടാ. നിന്റെ കാമുകിയിലെ ആ നീലിമ, അവളെ ഞാൻ കണ്ടടാന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രുതി അങ്ങോട്ട് ഷോക്കാവുകയാണേ. കാരണം സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ അത് വീട്ടിലറിയും. പിന്നെ അച്ഛനെയൊക്കെ അമ്മേനെയൊക്കെ ഞങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യുന്നോർത്ത് അവർ നല്ല ടെൻഷനിലാണ്. പക്ഷേ ഈ സച്ചിയുടെ സത്യാവസ്ഥ അറിയാതെ നീലിമ പുറത്തു നിന്ന് നല്ല സന്തോഷിക്കുകയാണ്. കാരണം നീലിമയ്ക്ക് വേണ്ടി വലിയ ഉപകാരമാണല്ലോ സച്ചി ചെയ്തിരിക്കുന്നത്. ഏതായാലും നീലിമയ്ക്കിട്ടൊരു തിരിച്ചടി സച്ചി എന്തായാലും കൊടുക്കുക തന്നെ ചെയ്യും. കാരണം നീലിമയാണല്ലോ ആ പൈസ അടിച്ചുകൊണ്ട് ഓടിപ്പോയ കള്ളി. അത് സച്ചി മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ അത് നീലിമയോട് പറഞ്ഞിട്ടുമില്ല സച്ചി. അപ്പോൾ ഇതൊക്കെയാണ് ചെമ്പന്തിരിപ്പൂവിൻ്റെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ മറക്കരുതേ. എല്ലാവർക്കും നന്ദി.